പുതുവത്സരാഘോഷത്തിനായി സംസ്ഥാനത്തേക്ക് വൻ ലഹരിക്കടത്ത്. മലപ്പുറം വാഴക്കാട്ട് 510 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. 2 സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പ്രതി മുഹമ്മദ് ഷബീബ് പോലീസിന് മൊഴി നൽകി. ഒമാനിൽ നിന്ന് കരിപ്പൂർ വഴി പാൽപ്പൊടി പാക്കറ്റിലാണ് MDMA എത്തിച്ചത്. കൊച്ചിയിലേക്കും ഗോവയിലേക്കും കടത്താനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് പറയുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ചെമ്മാട് സ്വദേശി അബു താഹിറിനെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്ക് പോകുന്നു. അഷ്കർ അലി, ഇത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ലഹരി പാർട്ടിക്കായി എത്തിച്ച സാധനമായിരുന്നു എന്ന് വ്യക്തമാവുകയല്ലേ? ഇതുപോലെ പലതവണ കാരിയേഴ്സ് കൊണ്ടുവരുന്നുണ്ട് മയക്കുമരുന്ന് എന്നുള്ള ഒരു സൂചനയാണോ കിട്ടുന്നത്? ആസിജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആൻറ്റി ടെററിസ്റ്റ് കോഡ് ATS-നും അതുപോലെ തന്നെ കസ്റ്റംസിനും ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷബീബിനെ ഇവിടെ വാഴക്കാട് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അവിടെ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ കൊണ്ടോട്ടി DYSP-യും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-യും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യൽ നിന്ന് വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത് കൊച്ചിയിലേക്കും ഗോവയിലേക്കും എത്തിക്കാൻ വേണ്ടി ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായി അമിത വിലയ്ക്ക് വിൽക്കുന്നതിനായി എത്തിച്ച 510 ഗ്രാം MDMA-യാണ് ഈ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്വിഫ്റ്റ് കാറിൽ വെച്ചാണ് ഈ 510 ഗ്രാം MDMA പോലീസ് പിടികൂടുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ കേസിൽ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ചെമ്മാട് തിരൂരങ്ങാടി സ്വദേശിയായിട്ടുള്ള അബു താഹിർ എന്ന യുവാവിനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ മുഹമ്മദ് ഷബീബിന് വേണ്ടി ഒമാനിൽ നിന്നും ഈ 510 ഗ്രാം MDMA പാൽപ്പൊടി പാക്കറ്റിൽ ഒളിപ്പിച്ചുകൊണ്ട് കരിപ്പൂർ എയർപോർട്ട് വഴി കടത്തിയ ഈ കേസിലെ കരിയറാണ് ഈ ചെമ്മാട് സ്വദേശിയായിട്ടുള്ള തിരുവങ്ങാടി സ്വദേശിയായിട്ടുള്ള അബു താഹിർ എന്ന് പറയുന്നത്. ഈ അബു താഹിറിനെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പുതിയ വിവരം. എന്തായാലും സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. 2 നടിമാരുടെ പേരുകൾ ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷബീബ്, കാളികാവ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷബീബ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ നടിമാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ഈ സിനിമാ നടിമാർക്ക് കേസിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. എന്തായാലും പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് വലിയ തോതിൽ ലഹരിയുടെ തന്നെ ഒഴുക്കുണ്ടാകുമെന്നായിരുന്നു പോലീസിൻ്റെ വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ഉടനീളം പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു പരിശോധനയിൽ കൂടിയാണ് ഇപ്പോൾ ഈ കടവ് റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് 510 ഗ്രാം MDMA പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഈ പിടിയിലായിട്ടുള്ള മുഹമ്മദ് ഷബീബിന് നേരത്തെ ലഹരി കേസുകളായി ബന്ധമുള്ളതായൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ കണ്ണികളായിട്ടുള്ള ആളുകളൊക്കെ അന്വേഷിച്ച് വരികയാണ്. അതിൽ ഒമാനിൽ നിന്നും സുഹൃത്തുക്കൾ മുഖേനയാണ് ഇത്തരത്തിൽ MDMA ഈ ഷബീബ് സംഘടിപ്പിക്കുന്നത്. 2 മാസം മുമ്പാണ് വിദേശത്തു നിന്നും ഈ ഷബീബ് ഇവിടെ നാട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന 510 ഗ്രാം MDMA സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ പിടികൂടി ഏറ്റവും വലിയ ലഹരി കേസ് കൂടിയാണ് ഈ MDMA കേസ് എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടി വരും. അത്തരത്തിൽ 510 ഗ്രാം MDMA പോലീസ് പിടികൂടുന്നതും. സുജി.